മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രത്യേക സ്ക്വാഡാണ് സ്വകാര്യ ബസ്സുകളുടെ നിയമലംഘനം പിടികൂടിയത്. ദേശസാൽകൃത മേഖലയായ വയനാട് കോഴിക്കോട് പാതയിൽ നേരിട്ട് സർവീസ് നടത്താൻ സ്വകാര്യ ബസ്സുകൾക്ക് അനുമതിയില്ല. നിശ്ചിത ദൂരത്തിനിടയിൽ പ്രധാന പാതയിൽ നിന്ന് തിരിഞ്ഞ ചെറുപാതകളിലൂടെയാണ് സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റ്. എന്നാൽ വർഷങ്ങളായി പെർമിറ്റ് ലംഘിച്ച ദേശീയപാതയിലൂടെയാണ് സ്വകാര്യ ബസ്സുകൾ ഓടുന്നത്. KSRTC അധികൃതർ പലതവണ ഇതിനെതിരെ പരാതി നൽകിയിരുന്നു. KSRTCയിലെ മുൻ ജീവനക്കാരനായ ദേവദാസ് പുന്നത്തിന്റെ പരാതിയെ തുടർന്ന് നിയമസഭാ സമിതി ഇക്കാര്യത്തിൽ കർശന നടപടിയെടുക്കാൻ നിർദ്ദേശം നൽകി. ഇതിനെ തുടർന്നാണ് മോട്ടോർ വാഹന വകുപ്പ് പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ച പ്രവർത്തനം തുടങ്ങിയത്. റൂട്ട് വയലേഷനെതിരെ ശക്തമായ നടപടികളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ നടപടികൾ നമ്മൾ ഇനിയും തുടർന്നും നടത്തും. നിയമം ലംഘിക്കുന്ന എല്ലാ സ്വകാര്യ വാഹനങ്ങൾക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് RTO അറിയിച്ചിട്ടുള്ളത്. ഇന്നലെ വൈത്തിരിയിൽ നടന്ന പരിശോധനയിൽ 44 ബസ്സുകളാണ് നിയമം ലംഘിച്ചതായി കണ്ടെത്തിയത്. ഇവയുടെ പെർമിറ്റ് റദ്ദാക്കാൻ ജില്ലാ കലക്ടർക്ക് ശുപാർശ നൽകി. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ അറിയിച്ചു. മാതൃഭൂമി ന്യൂസ്, വയനാട്.